ബ്രെഡും മുട്ടയും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 6 ഈസി റെസിപ്പീസാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് മിനി സ്പൈസി പാൻകേക്സ് ആണ്. എരിവുള്ള ചെറിയൊരു പാൻകേക്ക് പോലിരിക്കുന്ന ഒരു ഐറ്റം. അതിനായി ഞാൻ 2 സ്ലൈസ് ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി, അത് നന്നായിട്ട് പൊടിഞ്ഞു വരും. അത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഒരു ചെറിയ സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, എരിവിനാവശ്യത്തിന് പച്ചമുളക്, കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞത്, ഇവ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ചെറിയ കളറിന് ആവശ്യത്തിന് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് എന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കൊത്തി അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 മുട്ട, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തത് ചേർക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പാല്, ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കോരി ഒഴിച്ച് ചൂടാവുന്ന പരുവത്തിൽ വരത്തക്ക രീതിയിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ വെള്ളവും ചേർക്കാം. വെള്ളവും അല്ലെങ്കിൽ പാലോ ഏതെങ്കിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചുട്ടെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ചെറിയ ചെറിയ മിനി ദോശ പോലെ നമ്മൾ അതിനെ ഒന്ന് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക. കോരി ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ല മൊരിഞ്ഞ് വരുന്നിടം വരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോടെ ഇത് കഴിക്കാം. അടുത്ത ഐറ്റം സ്ക്രാമ്പിൾഡ് ബ്രെഡാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അതിനായി ഒരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചെറിയൊരു പച്ചമുളക് കൊത്തി അരിഞ്ഞത് എന്നിവ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറികളൊക്കെ പൊടിപൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കാം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇനി അതിലേക്ക് ഒരു 3 സ്ലൈസ് ബ്രെഡ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, നമ്മുടെ ചതുര കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഇതിനേക്ക് കുറച്ച് കൊത്തി അരിഞ്ഞ് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ചേർക്കുക. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടും അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. ബ്രെഡ് സ്ക്രാമ്പിൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പച്ചക്കറി കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തിയും ആവും. കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ടിഫിൻ ബോക്സിലോ എങ്ങനെ വേണമെങ്കിലും ഇത് കൊടുത്തു വിടാം. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതൊരു സ്വീറ്റ് റോളാണ് ബ്രെഡ് വെച്ചിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഞാൻ 1 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ ഞാനിപ്പോൾ 1 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് നല്ലതായിട്ട് പഞ്ചസാരയും മുട്ടയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുക. പാല് ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുക. വാനില എസൻസ് ചേർത്ത് അതിലേക്ക് സിനമൺ പൗഡർ, നമ്മുടെ പട്ടയുടെ പൗഡർ അതും കൂടെ ചേർക്കുക. സിനമൺ പൗഡറും ബ്രെഡും പാലും എല്ലാം കൂടെ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ സിനമൺ റോൾസ് ഒക്കെ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ കിട്ടത്തില്ലേ, സിനമൺ ഡോണറ്റൊക്കെ പോലെ അതിൽ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് ഈ സിനമൺ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ വാനില എസൻസോ സിനമൺ പൗഡറോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് മധുരം മാത്രം ചേർത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ പൊടിയും ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ ആണെങ്കിൽ
അതും ചേർക്കാം. അപ്പം അത് ഇപ്പം ഞാനിവിടെ വാനിലയും സിനമൺ പൗഡറുമാണ് ചേർക്കുന്നത്. ഈ രണ്ട് കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പറ്റുന്നെങ്കിൽ ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗരം മസാലയ്ക്കകത്ത് ഇടുന്ന നമ്മുടെ പട്ടയില്ലേ, ഒരു ചെറിയൊരു സ്റ്റിക്ക്, സിനമൺ സ്റ്റിക്ക്, അത് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യം ഞാൻ തേങ്ങയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്ട്രോബെറിയുടെ ജാമാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ജാം വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ ജാം, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിന് ഏതെങ്കിലും ന്യൂട്ടല്, അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ഇലയിടയ്ക്കകത്തൊക്കെ വെക്കുന്ന പോലെ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടി അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ കുറച്ച് പഴം വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് അതിനകത്ത് ചേർക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 4 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡിൽ നിന്നും ആ ക്രസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത ക്രസ്റ്റ് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കത് പൊടിച്ച് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കി മാറ്റി നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ 4 സൈഡും കട്ട് ചെയ്ത് ആ സ്ലൈസ് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ ഓരോ സ്ലൈസ് ബ്രെഡും നമ്മൾ ജസ്റ്റ് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. എത്ര കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല ഫ്രഷ് ബ്രെഡ് ആണെങ്കിൽ ഇങ്ങനെ പരന്ന് വരത്തുള്ളൂ. അപ്പോൾ വാങ്ങിയ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും. നല്ല കനം കുറച്ച് ഇനി ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ കൂട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സൈഡിൽ കുറച്ചൊന്ന് നിരത്തി കൊടുക്കുക. നിരത്തി കൊടുത്തിട്ട് സാവധാനം ഇതിനെ ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം തൊട്ടിട്ട് അതിൻ്റെ എല്ലാ എഡ്ജസും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അതിനകത്തെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ വേഗം അതിങ്ങനെ അങ്ങ് ഒട്ടിപ്പൊക്കോളും. അതിൻ്റെ ആ ഒരു സൈഡും പിന്നെ 2 സൈഡുകളും ഒന്ന് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുക. ബട്ടറാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഓയിലിനെക്കാട്ടിലും. അപ്പോൾ കുറച്ച് ബട്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ടയും പാലും എല്ലാം കൂടെ ചേർത്ത് ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡിൻ്റെ പീസുകളും മുക്കിയിട്ട് ബട്ടറിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒരു സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡ് വൈസും 2 ഈ വീതിയുള്ള ഭാഗം കൂടാതെ 2 സൈഡ് വൈസും കൂടെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക, ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ. എന്നിട്ട് നമുക്കിത് ചൂടോടെ ഉപയോഗിക്കാം. അടുത്ത് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ടൊരു ബജി പോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ എഗ് ബോണ്ട പോലെ, എഗ് ബോണ്ടയോ എഗ് ബജിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അതിനായി 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ സ്ലൈസ് നോർമൽ പച്ച വെള്ളത്തിൽ 2 സൈഡും ഒന്ന് മുക്കിയെടുക്കുക. ഒരുപാട് നേരം മുക്കി അതിൽ വെക്കരുത്, പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം എക്സ്ട്രാ വെള്ളം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കളയുക. എന്നിട്ട് പുഴുങ്ങിയ മുട്ട അതിലേക്ക് വെക്കുക. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പപ്സിനകത്തൊക്കെ വെക്കുന്ന പോലെ മസാലയാക്കി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഉള്ളി മസാലയൊക്കെ ചേർത്ത് മസാല പോലെ ഗ്രേവി പോലെ ആക്കിയും വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് മുട്ട പുഴുങ്ങിയത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് വെക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റഫിങ് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് നല്ല ബോള് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം തവയിലിട്ടിട്ട്. കാരണം ഇതിൽ വേവാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ചെറിയൊരു തവയിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണമെങ്കിൽ ബ്രൗൺ കളറാക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ അതിനെ അങ്ങോട്ട് ഇടുക. ഇട്ടിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ ചെറിയ തീയിൽ അതിനെ ഒന്ന് പൊരിച്ചെടുക്കുക. ബോണ്ട റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റഫിങ്ങിലേക്ക് മസാല ചേർക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വെജിറ്റബിളോ ചിക്കനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് നിങ്ങൾക്ക് ഇതിനെ ഒരു ബോണ്ടയാക്കി എടുക്കാം. ഇത് പ്രത്യേകിച്ച് ഇഫ്താർ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത്. അടുത്തത് മസാല ടോസ്റ്റ് ആണ്. ഇതൊരു ബ്രെഡ് ബജി പോലെയും കൂടെ ഇരിക്കും. അതിനായിട്ട് ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില കൊത്തിയരിഞ്ഞത് ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ക്യാരറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ചേർത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുക. എന്നിട്ട് ഒരു നിറം കിട്ടാൻ ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബജിയിലൊക്കെ ചേർക്കുന്ന പോലെ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുക. കായപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതിനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ആ മുട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. എന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്കൊരു ബ്രെഡ് മുക്കി ആ ഒരു ബജിയുടെ മാവിൻ്റെ പരുവത്തിൽ ബ്രെഡ് മുക്കി എടുക്കാവുന്ന പരുവത്തിൽ ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മുക്കിയെടുക്കാവുന്ന പരുവത്തിലാക്കി അതിനെ എടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർക്കുക. എണ്ണ ചേർത്തിട്ട് നമ്മൾ ബ്രെഡിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രയാങ്കിൾ ഷേപ്പിൽ. എന്നിട്ട് അതിനെ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. നല്ല മൊരിഞ്ഞ് വരും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ആ ഒരു ബജിയുടെ ടേസ്റ്റും മുട്ടയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അതിൻ്റെ ഒരു സൈഡ് നായി വരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ ഒന്ന് മൂത്ത് വരിക. മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളതിനെ എടുത്ത് നമുക്ക് ചൂടോടെ കഴിക്കാം. എൻ്റെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ചില്ലി സോസിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. അടുത്തൊരു സിമ്പിൾ സ്വീറ്റ് ടോസ്റ്റാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ്. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കുക. അതിലേക്ക് കുറച്ച് പാല് ചേർക്കുക. 1 ഗ്ലാസ് പാല് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കുറച്ച് സിനമൺ പൗഡറും ചേർക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനമൺ പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് സിനമൺ വാനില പ്ലെയിൻ ടോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ബ്രെഡും അതിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ ആ പാലിൽ മുക്കിയെടുത്തിട്ട് കുറച്ച് ബട്ടർ ഒരു തവയിലേക്ക്, കുറച്ച് ചൂടായ തവയിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതിനെ ഓരോ സ്ലൈസസ് മുക്കിയെടുത്ത് 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കല്ല, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. എന്നിട്ടിത് ഫൈനലി നമ്മൾ 2 സൈഡും എടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് പഞ്ചസാര അതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പം ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ വണ്ടിക്ക്. പഞ്ചസാര എൻ്റെ വണ്ടിക്ക് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇത് ചൂടോടെ കഴിക്കുക. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്.